ഹായ്, ഇന്ന് നമുക്കൊരു പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. ഈസി ആയിട്ടൊരു പായസം, സേമിയ പായസം എല്ലാവരും ഉണ്ടാക്കും. എന്ത് ഫംഗ്ഷൻ വന്നാലും ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് സേമിയ പായസമാണ്. കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ എല്ലാവരും സേമിയ ഉണ്ടാക്കും. അതങ്ങ് ജോലി എളുപ്പം കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിലൊരു വെറൈറ്റി നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് കിട്ടിയാലേ അത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് നല്ല വ്യൂ ഒക്കെ കിട്ടുള്ളൂ. അത് എൻ്റെ വീഡിയോ എന്നല്ല, ആരുടെ വീഡിയോ ആയാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ ഇൻഗ്രീഡിയൻസ്: ക്യാരറ്റ്, ഒരു 2 വലിയ ക്യാരറ്റാണ്. ക്യാരറ്റ് ഇത്രയും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 1.5 ക്യാരറ്റ് മതി. നമുക്കൊരു കളറും അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടണം, അത്രയും മതി. ഇത് ഫുൾ ഞാൻ ഇടില്ല. പിന്നെ ബദാം, ഈ ബദാം തൊലി ചൂടുവെള്ളത്തിൽ കുതിർത്ത് തൊലി കളഞ്ഞതാണ്. ഇത് നിർബന്ധമില്ല. ഇത് ബദാം ഇല്ലാത്തവർ അതിന് പകരം 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരി, ബസ്മതി അരിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിട്ടാൽ മതി. അതല്ലെങ്കിൽ ജീരകശാല റൈസ്, അതല്ലെങ്കിൽ നമ്മുടെ ചുമന്ന പച്ചരി ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ നമ്മുടെ പായസത്തിന് നല്ല കൊഴുപ്പ് കിട്ടും. പിന്നെ ഇത് ചവരി കുതിർത്ത് വെച്ചതാണ്. പാല് 1 ലിറ്റർ. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉള്ളവർ ഇടുക, അതല്ലെങ്കിൽ പഞ്ചസാര കൂട്ടിയിട്ടാലും മതി. പഞ്ചസാര 1 കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ നമ്മൾ സേമിയ ഇങ്ങനെ മുറിച്ചത് തന്നെ നമുക്ക് ബാമ്പിനോ, പിന്നെ ഞാൻ ഈസ്റ്റേണിൻ്റെ, അങ്ങനെ പല കമ്പനിയുടെ ഉണ്ട്. അത് ഏതെങ്കിലും ഒരെണ്ണം മുറിച്ചത് വാങ്ങുന്നതാണ് നമുക്ക് എളുപ്പം. നമുക്ക് പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കിയിട്ട് പോകണമെങ്കിൽ അതാണ് എളുപ്പം. ഇനി ഏലക്കപ്പൊടിയും ഞാൻ ലാസ്റ്റ് ഇടുകയുള്ളൂ, അത് ഞാൻ പിന്നെ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ക്യാരറ്റ് ഒന്ന് സോട്ട് ചെയ്ത് അത് വേവിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ബദാം കൂടിയിട്ട് വേവിക്കും. ഞാനിവിടെ ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട്. പിന്നെ ഒരു പാനും. ഇതിലേക്ക് നമുക്ക് ചവ്വരി വേവിക്കാനായിട്ട് ഇടാം. ഇത് ഞാൻ കുതിർത്തതായതുകൊണ്ടാണ് ഇങ്ങനെ പാനിലിടുന്നത്, അല്ല നിങ്ങൾ കുതിർക്കാണ്ടാണെങ്കിൽ കുക്കറിലിട്ട് വേവിക്കണം. ഇത് കുതിർത്ത വെള്ളത്തിൽ തന്നെ ഞാനങ്ങ് വേവിക്കുകയാണ്. ഇത് നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് 1 ടീസ്പൂൺ, കുറച്ച് മതി, നമുക്ക് ക്യാരറ്റിൻ്റെ പച്ച ചുവ മാറാനായിട്ടാണ്. ഇത് ചെറിയ സ്പൂണാണ്, അതുകൊണ്ടാണ് 2 സ്പൂൺ ഞാൻ ഒഴിച്ചത്. നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തോ, അതല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഉള്ളവർക്ക് എളുപ്പമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇതിലേക്ക് ഞാൻ ആ ബദാമും കൂടെ ഇടുകയാണ്. അതിൻ്റെ ഒരു പച്ച ചുവയും കൂടെ അങ്ങ് മാറിക്കിട്ടും. അതിൽ നിന്ന് നല്ലൊരു മണം വരും. ക്യാരറ്റ് സോട്ടായിട്ട് ഒത്തിരി അങ്ങ് മൂപ്പിക്കുക ഒന്നും വേണ്ട. ചെറുതായിട്ടൊരു 3-4 മിനിറ്റൊക്കെ ആക്കുമ്പോൾ തന്നെ, നല്ല തീയിൽ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടും. ക്യാരറ്റ് നല്ല ഒരു പച്ചമണമൊക്കെ മാറി. ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് വേവിക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് പാല് ചേർത്ത് വേവിക്കാം. പക്ഷേ കുക്കർ അടയ്ക്കുമ്പോൾ അത് വിസിൽ വരുമ്പോൾ ചിലപ്പോൾ വെളിയിൽ വരും, ചെറിയ കുക്കറാണെങ്കിൽ. ഇത് ഒരു പാനിൽ നെയ്യ് ഒഴിച്ചു, 2 സ്പൂൺ നെയ്യേ ഞാൻ ഒഴിച്ചോളൂ. അതിലേക്ക് സേമിയയിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒത്തിരി വറുക്കേണ്ട ആവശ്യമില്ല, ഇത് വറുത്ത സേമിയാണ്. ഇപ്പോൾ വറുത്ത സേമിയാണ് കൂടുതൽ വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ പാല് ചേർക്കുകയാണ്. ഇതിൻ്റെ കുറച്ച് പാല് വേണമെങ്കിൽ ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതിൽ ഞാനിപ്പോൾ കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ, കാരണം പിന്നെ നമ്മൾ ക്യാരറ്റിൽ വെള്ളം ചേർത്ത് വേവിച്ചത് കൊണ്ട് ഞാൻ അത്രയേ ചേർക്കുന്നുള്ളൂ. ഇതിൽ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് റൈസ് ചേർക്കാം. റൈസ് വേവിച്ചത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കാം. പക്ഷേ ഒരു അരമണിക്കൂർ കുതിർത്ത് വയ്ക്കണം, എന്നിട്ട് ചേർക്കണം. ചിലർക്ക് റൈസും സേമിയയും കൂടെ രണ്ടും കൂടി ഇഷ്ടപ്പെടില്ല, പക്ഷേ നല്ല ഒരു ടേസ്റ്റാണ്. ചിലരങ്ങനെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. ഇത് ക്യാരറ്റ് ബീറ്റ് ചെയ്തത് നന്നായിട്ട് അരച്ചെടുത്തു. ക്യാരറ്റും ബദാമും വേവിച്ചത് അരച്ചെടുത്തു. അരയ്ക്കേണ്ട, അതിൽ പീസായിട്ട് കാണണം എന്നുള്ളവർ അത് വേവിച്ചിട്ട് അങ്ങനെ തന്നെ ചേർക്കാം. പക്ഷേ വെള്ളം വറ്റിച്ചെടുക്കണം. പിന്നെ ചവ്വരി ഞാൻ ചേർത്തു. അത് ചവ്വരി നേരത്തെ കുതിർത്ത് വെച്ച് വേവിച്ചാൽ ഈ പാനിൽ തന്നെ നമുക്ക് എളുപ്പം വേവിച്ചെടുക്കാൻ പറ്റും. ഒരു 1 മണിക്കൂർ കുതിർത്താൽ മതി, അപ്പോഴത്തേക്കും നമുക്ക് എളുപ്പം വെന്ത് കിട്ടും. ഇത് എല്ലാം വെന്ത് ഒരു കണക്കാവുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർക്കാം. എല്ലാം വെന്ത് കഴിഞ്ഞ ശേഷമേ പഞ്ചസാര ചേർക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഉറച്ചു പോകും, സേമിയ ആയാലും അരി ആയാലും എല്ലാം. അപ്പോൾ പഞ്ചസാര 1 കപ്പ് ഞാൻ ചേർത്തു. ഇതിൽ 2 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ചേർത്തു. ഇതില്ലെങ്കിലും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പാല് കുറുകി വരുമ്പോൾ നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ കുറച്ച് പഞ്ചസാര നമ്മൾ മാറ്റി വെച്ച് ഏലക്ക പൊടിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അത് ഏലക്ക തൊലി കളഞ്ഞ് അതിനകത്തെ കുരുവും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്താൽ നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇത് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് വറുത്തെടുക്കുകയാണ്. ഇതിൽ പിസ്ത, ബദാം എന്ത് വേണമെങ്കിലും ചേർക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. പക്ഷേ അതൊക്കെ ചേർക്കുമ്പോൾ കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരും. ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. ഇതൊരു നാടൻ രീതിയിലായതുകൊണ്ട് ഞാൻ ഇതേ ചേർക്കുന്നുള്ളൂ. ഏലക്കാപ്പൊടി ചേർക്കുകയാണ്. അത് കുറേശ്ശെ ഇട്ട് നോക്കി വേണം
ചേർക്കാൻ. പിന്നെ മധുരവും നിങ്ങൾ നോക്കിക്കോണം. ഞാൻ എൻ്റെ കണക്കാണ് പറഞ്ഞത്. നിങ്ങളുടെ കണക്കിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോണം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പായസം റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.